ജൂൺ 4 വിശുദ്ധ മരിയ എലിസബത്ത് ഹെസൽബ്ലാഡ്. 87 വയസ്സുവരെ ജീവിച്ച വിശുദ്ധിയുടെ സുഹൃത വഴികളെയും ദൈവത്തിൻ്റെ പ്രത്യേക തെരഞ്ഞെടുപ്പിനെയും നമുക്ക് നോക്കിക്കാണാം. വിശുദ്ധ ബ്രിജിറ്റ് 13-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച ബ്രിജിറ്റൈൻ സന്യാസിനി സമൂഹത്തിന് കാലപ്രവാഹത്തിൽ ഏറെ പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വന്നു. ബ്രിജിറ്റൈൻ സഭയുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലായ വേളയിൽ ദൈവപരിപാലന അവതരിപ്പിച്ച വിശുദ്ധയാണ് മരിയ എലിസബത്ത് ഹെസൽബ്ലാഡ്. സ്വീഡനിലെ ആൾസ്ബോർഗ് പ്രവിശ്യയിൽ ഫാഗ്ലാവിക് ഗ്രാമത്തിൽ 1870 ജൂൺ 4 മരിയ എലിസബത്ത് ജനിച്ചു. ഔഗസ്റ്റ് റോബർട്ട് ഹെസൽബ്ലാഡും മരിയ ഡാഗുമായിരുന്നു അവളുടെ മാതാപിതാക്കൾ. അവർ ലൂതറൻ സഭാവിഭാഗക്കാരായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി മൂലം അവളുടെ കുടുംബത്തിന് നിരവധി തവണ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടി വന്നു. പഠനത്തിന് ശേഷം കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടി ആദ്യം കാർലോസ്ബോർഗിലും പിന്നീട് USA-യിലെ ന്യൂയോർക്കിലും എലിസബത്ത് ജോലി ചെയ്തു. ന്യൂയോർക്കിലെത്തിയപ്പോൾ രോഗബാധിതയായ അവൾ ഇങ്ങനെ തീരുമാനിച്ചു: ദൈവമേ, നീ എനിക്ക് സൗഖ്യം നൽകുവാണെങ്കിൽ ഞാനൊരു നേഴ്സായിക്കൊള്ളാം. അങ്ങനെ അവൾക്ക് ജീവിതത്തിൽ സൗഖ്യം ലഭിച്ചപ്പോൾ നിരവധി ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് പിന്നീട് പ്രവേശിക്കേണ്ടി വന്നത്. പക്ഷേ അവയെല്ലാം അവളുടെ ആത്മാവിൻ്റെ ഉന്നമനത്തിന് കാരണമായി. ന്യൂയോർക്കിൽ റൂസ്വെൽറ്റ് ഹോസ്പിറ്റലിലാണ് അവൾ ജോലി ചെയ്തത്. മരണാസന്നരായ കത്തോലിക്കരുടെ കിടക്കയ്ക്കരികിൽ കത്തോലിക്ക വൈദികന് വേണ്ടി കാത്തിരിക്കുകയും ഒരു ചെറിയ അൾത്താരുണ്ടാക്കുകയും ചെയ്യുന്ന ജോലി പവിത്രമായി അവൾക്ക് അനുഭവപ്പെട്ടു. കത്തോലിക്കരുമായുള്ള സമ്പർക്കവും സത്യത്തിനു വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹവും വ്യക്തിപരമായ പ്രാർത്ഥനയിലേക്കും പഠനത്തിലേക്കും നയിച്ചു. 1902 ഓഗസ്റ്റ് 15 അവൾ ജ്ഞാനസ്നാനം സ്വീകരിച്ചു. വൈകാതെ തന്നെ ദിവ്യകാരുണ്യവും സ്ഥൈര്യലേപനവും സ്വീകരിച്ച അവൾക്ക് ക്രൈസ്തവ ഐക്യത്തിനു വേണ്ടി സ്വയം സമർപ്പിക്കണമെന്ന ചിന്തയുണ്ടായി. സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിൻ്റെ ദൈവാലയവും ഭവനവും സന്ദർശിച്ച മരിയ എലിസബത്തിന് തൻ്റെ ദൈവവിളി എവിടെയാണെന്ന് വ്യക്തമായി. 1906 വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പയുടെ അനുവാദത്തോടെ അവൾ വിശുദ്ധ ബ്രിജിറ്റ് സ്ഥാപിച്ച ദിവ്യരക്ഷകൻ്റെ സഭയുടെ സന്യാസവസ്ത്രം സ്വീകരിച്ചു. റോമിൽ വിശുദ്ധ ബ്രിജിറ്റ് സ്ഥാപിച്ച ഭവനം പുനഃസ്ഥാപിക്കണമെന്നതായിരുന്നു എലിസബത്തിൻ്റെ ആഗ്രഹം. അതിനവൾ പിയൂസ് 11-ാമൻ മാർപ്പാപ്പയുടെ അനുഗ്രഹം തേടി. യൂറോപ്പിൽ നാമാവശേഷമായിക്കൊണ്ടിരുന്ന ബ്രിജിറ്റൈൻ ആശ്രമങ്ങളെ കണ്ടുപിടിച്ച് അവ പുനരുദ്ധരിക്കുന്നതിന് എലിസബത്ത് പരിശ്രമിച്ചു. വിവിധ മഠങ്ങളിലൂടെയുള്ള തൻ്റെ സന്ദർശന യാത്രകളിലൂടെ വിശുദ്ധ ബ്രിജിറ്റിൻ്റെ ചൈതന്യത്തെ എലിസബത്ത് ഉൾക്കൊണ്ടു. 1911 സെപ്റ്റംബറിൽ ദിവ്യരക്ഷകൻ്റെ സഭയുടെ ഒരു പുതിയ വിഭാഗത്തിന് അവൾ രൂപം കൊടുത്തു. സഭയുടെ പുരാതന ചൈതന്യത്തോടൊപ്പം ആതുര ശുശ്രൂഷ കൂടി തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച ഈ പുതിയ സന്യാസിനി സമൂഹത്തെ ലോകമെമ്പാടും വളർത്തുന്നതിന് അവൾ പരിശ്രമിച്ചു. 1923 സ്വീഡനിലും 1937 ഇന്ത്യയിലും ബ്രിജിറ്റൈൻ കോൺവെൻറ്റുകൾ സ്ഥാപിക്കുന്നതിന് അവൾക്ക് സാധിച്ചു. 2-ാം ലോകമഹായുദ്ധകാലത്ത് ദരിദ്രർക്ക് വേണ്ടിയുള്ള നിരവധി ഉപവിപ്രവർത്തനങ്ങൾക്ക് അവൾ നേതൃത്വം കൊടുത്തു. മതാന്തര സംവാദത്തിനുള്ള ശ്രമങ്ങൾ നടത്തി. നിരവധി യഹൂദരെ ഹിറ്റ്ലറുടെ രഹസ്യ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ തങ്ങളുടെ മഠങ്ങളിൽ സംരക്ഷിച്ചു. തൻ്റെ മരണത്തിന് തൊട്ടു മുമ്പ് സഹോദരി സന്യാസിനിമാരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൾ പറഞ്ഞു: കരങ്ങളിൽ നിറയെ സ്നേഹവും പുണ്യങ്ങളുമായി ഞാൻ സ്വർഗത്തിലേക്ക് യാത്രയാവട്ടെ. 1957 ഏപ്രിൽ 24 മരിയ എലിസബത്ത് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 2016 ജൂൺ 5 ഫ്രാൻസിസ് മാർപ്പാപ്പ മരിയ എലിസബത്ത് ഹെസൽബ്ലാഡിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ ബ്രിജിറ്റിന് ശേഷം സ്വീഡനിൽ നിന്നുള്ള 2ാമത്തെ വിശുദ്ധയാണ് മരിയ എലിസബത്ത്. വചനം റോമ 5:5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. വിചിന്തനം: ഈശോ വിശുദ്ധ കുർബാനയിൽ സ്ഥിതി ചെയ്യുന്നത് മാലാഖമാരുടെ ആരാധനയെ പ്രതീക്ഷിച്ചല്ല, മനുഷ്യരായ നമ്മുടെ ആരാധനയും സ്നേഹവുമാണ് അവിടത്തേക്ക് വേണ്ടത്.